ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ഒരു ലോഡ് സാധനങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നല്ല, കുറേ ദിവസങ്ങളായിട്ട് ഓരോരോ പാർസൽസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ഫൈനൽ പാർസലും കൂടി വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീ അൺബോക്സിങ് വീഡിയോ ആണ്. ഓരോ പാർസലും വരുന്ന ആ ടൈമിൽ തന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, എന്തൊരു സാധനം ഓർഡർ ചെയ്താലും അത് വരുന്നത് വരെ അതൊന്ന് വന്ന് തുറന്ന് നോക്കിയാലാണല്ലോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക. പിന്നെ മീഷോ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ചില സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് വരിക, ചില സമയത്ത് ഡാമേജ് ഉണ്ടാകും. അങ്ങനെ ഒരു ഫാക്ടറും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഓരോ പ്രൊഡക്ട്സായിട്ട് എല്ലാം ഞാൻ സോർട്ട് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഏതാണ് ഫസ്റ്റ് തുറക്കേണ്ടത്, ഏതാണ് ലാസ്റ്റത്തേക്ക് വെക്കേണ്ടത്, അങ്ങനെ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫർ സ്ലിപ്പേഴ്സാണ് കേട്ടോ. ഈ ഒരു സ്ലിപ്പേഴ്സ് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്ലിപ്പേഴ്സാണ്. ഈ ഒരു സ്ലിപ്പേഴ്സ് ഒരുപാട് വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. കുറച്ച് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫുൾ കവർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ മോഡൽസൊക്കെ ഉണ്ട്, കുറച്ച് വലിയ മോഡൽസ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ വലിയത് എനിക്കെന്തോ കാണാൻ രസമുണ്ട്, പക്ഷെ അത് നമ്മളത് വിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലുക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ചെറിയൊരു സൈസിലത് വാങ്ങിച്ചത്. നല്ല അഫോർഡബിൾ റേറ്റിന് സംഭവം ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ടുള്ളതാണ് ഈ ഒരു ക്യൂട്ട് ആൻഡ് മിനി ജെല്ലി ബാഗ്. ഈ ഒരു മിനി ജെല്ലി ബാഗ് എനിക്കൊന്ന് എൻ്റെ ഷോർട്സിൽ ഞാനൊരിക്കൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗ് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റ് എന്ന് പറയാനില്ല, പക്ഷെ അത്രയും ചെറിയ റേറ്റാണ് കേട്ടോ ഇതിൻ്റെത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോണായിക്കോട്ടെ, നമ്മൾ കുറച്ച് കാർഡ്സും പൈസയും വെക്കാം, അത്രേ പറ്റത്തുള്ളൂ. കൂടെ തന്നെ ഒരു സ്ലിങ് ചെയിൻ അവൈലബിൾ ആണ്. നമുക്കത് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ നോർമലി ഈ ഒരു ഹാൻഡിൽ മാത്രമായിട്ടും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ മിനി മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വിയർ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി കാണിച്ചു തരാം. പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ബാഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വാങ്ങിക്കാം. കൂടുതൽ സാധനങ്ങളൊന്നും ഫിറ്റ് ആവത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വാങ്ങിക്കാം. അടുത്തൊരു സംഭവമാണ് ഈ ഒരു ചോക്ലേറ്റ് സിലിക്കോൺ മോൾഡ് കേട്ടോ. ഇത് ചോക്ലേറ്റ് മിക്സ് മാത്രം ഒഴിക്കാനുള്ളതല്ല. ഇപ്പം നമുക്ക് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സൊക്കെ അവൈലബിൾ ആണല്ലോ, അതും ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഐസ് ക്യൂബ്സ് ആക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് തന്നെ. കാരണം നല്ല ക്യൂട്ട് ഷേപ്സാണ്. സ്റ്റാർ, ഹാർട്ട്, നല്ലൊരു ഫ്ലവർ ഷേപ്പും, അങ്ങനെ സെറ്റ് ഷേപ്പ് അടിപൊളിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഐസ് ക്യൂബ്സൊക്കെ ആക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ ഒരു ഷേപ്പിൽ ഐസ് ക്യൂബ്സ് കാണാനൊരു രസമല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് മോൾഡ് ചെയ്യാനും പറ്റും. എന്നിട്ട് നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഐസ് ട്രേ ഇല്ലേ, അതല്ല, മോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളമൊഴിച്ച് നോർമൽ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നില്ല, നമുക്കത് കമ്മിങ് വീഡിയോസിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഐസ് ക്യൂബ്സ് വെള്ളം ഒഴിച്ച് ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് ഈ ഐസ് ക്യൂബ്സിൻ്റെ ഓരോ ഷേപ്പ് നോക്കട്ടെ. എന്ത് രസമാണെന്ന് പറയും, നല്ല ക്യൂട്ടായിട്ടുള്ള ഷേപ്പാണ്. എനിക്കൊന്നും നമ്മൾ ജ്യൂസ് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിങ്ങനെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് ഈ ഒരു ഐസ് ക്യൂബ്സ് അതിൽ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം കാണാൻ സംഭവം സൂപ്പറായിരിക്കും. ബിക്കോസ് നോർമൽ നമ്മൾ കാണുന്ന ഐസ് ക്യൂബ് ഷേപ്പ് അല്ലാത്തത് കൊണ്ട് ആ ഷേപ്പിൻ്റെ ഒരു ഭംഗി അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് തന്നെ. പിന്നെ വെറും 76 റുപ്പീസിനൊക്കെ ഈ സംഭവം കിട്ടിയാൽ നമ്മൾ എന്തിനാണ് വേണ്ടാന്ന് വെക്കണം, അതും കൂടി വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അടുത്തതൊരു ഹോം ഡെക്കോർ സാധനമാണ് കേട്ടോ. ഒരു സെറ്റ് ഓഫ് 3 ആണ്. ഒരു ബ്ലാക്ക് ഫ്രെയിമായിട്ട് വന്നിരുന്ന ഒരു വാൾ പെയിൻറ്റിങ് സെറ്റ്. പക്ഷെ നല്ല ഗ്രീൻ ഫ്ലവർ ആൻഡ് ലീഫിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ജസ്റ്റ് എനിക്കൊന്ന് 198 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മീൻസ് വാളിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഫ്രെയിമിൻ്റെ ഒക്കെ ഫിനിഷിങ് നല്ല ക്വാളിറ്റി ഉണ്ട്. ക്രേസ് കൂടുതലായതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ
മറ്റൊരു ബാഗാണ്, ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഈ ഒരു ബാഗിൻ്റെ നമുക്ക് കൂടുതലായിട്ടും ടോട്ട് ബാഗ് നമുക്ക് ഈ ഓപ്പൺ സംഭവമാണ് അധികവും ഞാൻ കണ്ടിട്ടുള്ളത്. ഉണ്ട്, സിബ് ഉള്ളതും ഉണ്ട്. പക്ഷേ ഈ ഒരു റേറ്റിന് വിത്ത് സിബ് സംഭവം സൂപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രിൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക് തന്നെയാണ് മെയിൻ, ബട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. വേറെയും ഒരുപാട് പ്രിൻറ്റ് അവൈലബിൾ, ഒരു സണ്ണിൻ്റെതും പിന്നെ സ്കൈ, ഒരു സീൻ്റെത്, അങ്ങനത്തെ ഒരു 6 മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി മോഡൽസ് ഏതൊക്കെയാണ് അടുത്ത ഡിസൈൻസ് എന്നുള്ളതും ആ ലിങ്ക് പോയിട്ടാകുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതും എനിക്ക് തോന്നുന്നു ഒരു 199 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ആ ഒരു റേറ്റ് വൈസ് സംഭവം അടിപൊളിയാണ്. ക്വാളിറ്റി, ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഹോം ഡെക്കോറിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹോം ഡെക്കോർ സംഭവത്തിൽ ഞാൻ എൻ്റെ വാളിൽ തൂക്കിയിട്ട് മറ്റേ ഹെയർ ക്ലിപ്സൊക്കെ വെച്ചിരിക്കുന്ന ആ സെയിം ബാഗ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാഗ്. എന്താണെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ കോളേജ് ഗേൾസിനൊക്കെ അടിപൊളിയാണ്. കോളേജ് മാത്രമല്ല, നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകുന്ന ടൈമിൽ അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ എന്താ പറയുക, നന്നായിട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെ. ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് സംഭവത്തിന്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് 2 ഷീറ്റ്സ് അവൈലബിൾ ആണ്. സെറ്റ് ഓഫ് 2 ഷീറ്റ്സ് ആണ് കേട്ടോ. 160 പ്ലസ് പഫി സ്റ്റിക്കേഴ്സാണ്. മറ്റേ 3D എഫക്റ്റ് സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതാണ് കേട്ടോ. മറ്റേ ഫ്ലാറ്റായിട്ടുള്ള സ്റ്റിക്കേഴ്സ് അല്ല, പാണ്ട സ്റ്റിക്കേഴ്സാണ്. പിന്നെ എനിക്ക് സ്റ്റിക്കേഴ്സ് ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. ഞാൻ എവിടെ കണ്ടാലും ഈ സ്റ്റിക്കേഴ്സ് പോയി വാങ്ങിക്കും. ജേർണലിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ഫോൺ കവർ ആയിക്കോട്ടെ, പിന്നെ നമ്മളെ ഫോൺ സ്റ്റാൻഡ് ആയിക്കോട്ടെ, അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഈ സ്റ്റിക്കേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും, ലാപ്ടോപ്പിലും എല്ലാവരുടെയും ഇത് ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. ബിക്കോസ് കാണാനൊരു ക്യൂട്ട് ലുക്കാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഫോൺ കവറിലും അതുപോലെ തന്നെ എൻ്റെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിലും ഞാനിത് സ്റ്റിക്ക് ചെയ്തപ്പോൾ കുറച്ച് നല്ല അടിപൊളി ലുക്കായി മാറി. അടുത്തതൊരു സാധാരണ വളരെ നോർമലായിട്ടുള്ളൊരു ടേബിൾ കവറാണ് കേട്ടോ. ഇത് 6 സീറ്റർ ടേബിൾ കവറാണ്. ഈ ഒരു ടേബിൾ കവർ എൻ്റെ റൂമല്ല, എൻ്റെ വീട് ബ്രൗൺ കളർ, ഈ ഒരു ബ്രൗൺ ബീജ് ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട്, ഫേർണിച്ചേഴ്സും കേർട്ടൻസൊക്കെ ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ചെക്സ് മോഡൽ വാങ്ങിച്ചത് കേട്ടോ. ഈ ടേബിൾ കവേഴ്സ് ആണെങ്കിൽ മീഷോയിൽ സത്യം പറയാം ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് പ്രിൻറ്റും നല്ല കളർഫുള്ളായിട്ടുള്ളതും ഒക്കെ നമ്മുടെ വീടിന് മാച്ചായിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ സംഭവം സെറ്റാണ് കേട്ടോ. മീഷോയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീടിന് പറ്റിയൊരു സംഭവം ഇതായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ചെക്സ് നല്ല ഇഷ്ടമായിന്. പിന്നെ നമുക്ക് ടേബിൾ കവർ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അടുത്ത വന്നിട്ടുള്ളത് ഒരു ജേണൽ കിറ്റാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂമിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്രൗൺ ജേണൽ കിറ്റ് വാങ്ങിച്ചത്. 333 റുപ്പീസിന് സംഭവം കിടലനാണ്. പക്ഷെ ഞാൻ ഇത് അൺബോക്സ് ചെയ്തിപ്പോൾ കാണിക്കുന്നില്ല, കാരണം നമുക്കൊരു ജേണൽ ചെയ്യുന്നൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് 346 പീസസ് ആണ്. വിൻറ്റേജ് എസ്തെറ്റിക് സ്ക്രാപ്പ് ബുക്ക് കിറ്റാണ് കേട്ടോ. അടുത്തത് എനിക്ക് എന്താ പറയുക, ഈ ഒരു മീഷോ ഹൗളിൽ കുറച്ചൊരു നല്ല വേർത്തിറ്റായി എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും നല്ല രീതിയിൽ വന്നൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ചെറിയൊരു ജേണൽ. അല്ല, ഒരു ഡയറി എഴുതാൻ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് എഴുതാൻ, റഫ് ബുക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അൺറൂൾഡാണ്, പക്ഷേ സാധനം നോക്കിയാൽ നല്ല എന്താ പറയുക, നല്ല വിൻറ്റേജ്, നല്ല അടിപൊളി സംഭവം കേട്ടോ. ആ കീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത്, പിന്നെ നല്ല ക്വാളിറ്റി പേപ്പേഴ്സാണ് കേട്ടോ. അത് നമ്മൾ ജെൽ പെന്നും സ്കെച്ച് പെന്നും വെച്ച് എഴുതിയാൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ ആ പ്രിൻ്റൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ സംഭവം ഈ പ്രൈസിന് വേർത്തിട്ടാണ്. ഒരുപാട് പേജസ് ഇതിലുണ്ട്. അടുത്തത് എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മിററിൻ്റെ സംഭവമാണ് കേട്ടോ. മിറർ നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ മിററിലും കൂടി കുറച്ച് എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ വെച്ച് അതിനെ ഒന്ന് ലുക്കാക്കണമെന്ന് എനിക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ LED ലൈറ്റാണ് കേട്ടോ. LED ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ട്രിങ് ലൈറ്റ് ഞാൻ കണ്ടത്. സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനെ റോസും അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സും കൂടി അതിൻ്റെ അകത്ത് മിക്സായി വന്ന് സംഭവം അടിപൊളിയാണ്. നമ്മൾ
മിററിൽ ഞാൻ വെച്ച് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് 14 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ, റോസ് വൈൻ സ്ട്രിങ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, റോസ് ഫ്ലവർ ഒരു സൈഡും അതുപോലെ തന്നെ ലീവ്സും വേറൊരു ഇതുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട്, ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ മിററിൻ്റെ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പക്ഷേ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആ മിററിൻ്റെ ലുക്കേ മാറി. വളരെ നോർമലായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് മിററായിരുന്നു എൻ്റേത്. ഇതൊക്കെ വെച്ച് ലൈറ്റ്സും കൂടി ഓൺ ചെയ്തപ്പോൾ നല്ലൊരു ലക്ഷറി. അടുത്തത് ഒരു ഡോർ മാറ്റാണ് കേട്ടോ, ഈ ജൂട്ട് മാറ്റില്ലേ, അതാണ് റിവേഴ്സിബിൾ ജൂട്ട് ഫ്ലോർ മാറ്റാണ്. ഞാൻ ഇതിൻ്റെ നമുക്ക് കുറേ എന്താ പറയുക ഷേപ്സ് കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സർക്കിൾ തന്നെയാണ് നല്ലതെന്ന് തോന്നി. സർക്കിളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സർക്കിളിലും ബോർഡർ വരുന്ന ജ്യൂട്ട് മാറ്റ് മീഷോയിലുണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മീഷോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോരോ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്തിട്ട് ക്വാളിറ്റിയും ഇപ്പം നല്ല ക്വാളിറ്റിയിലും പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ വെറൈറ്റി സാധനങ്ങളും വളരെ ചെറിയ റേറ്റിന് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇപ്പം ഞാനിതിൻ്റെ അകത്ത് ടേബിളൊക്കെ വെച്ച് സെറ്റായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അടുത്തതൊരു ഗേൾ തീമിൽ വരുന്നൊരു 3 ക്യാൻവാസ് സെറ്റ് പെയിൻറ്റിംഗ് ആണ്, ഹോം ഡെക്കോറായിട്ടാണ് കേട്ടോ. 3 നമ്മൾ നേരത്തെ കണ്ട സംഭവം പോലെ തന്നെ 3 സെറ്റ് തന്നെ, പക്ഷേ ഇതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ ബോർഡർ ഫ്രെയിംഡ് ബോർഡേഴ്സായിട്ട് ഉള്ള ഗേൾ തീമാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ റൂമിനൊരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ബ്രൗൺ കളറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാങ്ങിങ്സ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ തന്നെ കണ്ടൊരു സാധനമാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ സംഭവം ഇഷ്ടപ്പെട്ടു. ആ ഗേൾ തീം ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ബോൾഡ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ലുക്കാണ് എനിക്ക് ഈ ഒരു പെയിൻറ്റിങ്സിൽ തോന്നിയത് കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ നമ്മുടെ ടേബിൾ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഹോം ഡെക്കോർ വീഡിയോയിലും മേക്ക് ഓവറിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഡെസ്കിൻ്റെ സൈഡിൽ ഞാനൊരു വേർട്ടിക്കൽ ഷേപ്പിൽ ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ടൊന്നും ഒരു സാധനവും ഞാൻ മീഷോന്ന് വാങ്ങിക്കാത്ത ആളാണ്, ഇപ്പം എല്ലാം മീഷോയിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഫൈനലി സെറ്റ് ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ നേരത്തെ കണ്ടത്. അടുത്തത് നമ്മൾ ഈ ഒരു ഹൗളിലെ ഫൈനൽ പ്രൊഡക്റ്റാണ്, ഈ ഒരു 3 സെറ്റ്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവർ പോട്ടും അതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. അത് കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് തന്നെ. ചെറിയൊരു ഫ്ലവർ പോട്ടുണ്ട്, അത് തെർമോക്കോളാണ് കേട്ടോ ആ ഫ്ലവർ പോട്ടിനകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നെയിൽസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് വരും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് താഴോട്ട് ഇങ്ങനെ വീഴുന്ന കാണുമ്പോൾ ഒരു രസമാണ്. പിന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ, ഒരു നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട് അതിന്. ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഓരോ റൂമിൻ്റെ ഓരോ കോർണറിൽ ഒരെണ്ണം വെച്ചിട്ടും 2 എണ്ണം വെച്ചിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഫൈനലി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.